ഹരി ഓം. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 9-ാം അധ്യായത്തിലെ 41-ാമത്തെ ശ്ലോകം മുതൽ ഗദ്യമാണ്. 41-ാമത്തെ വരി തൊട്ട്. അധ ഭഗവൻ തവസ്മാഭിർ അഖില ജഗതുത്പത്തി സ്ഥിതി ലയ നിമിത്തായമാന ദിവ്യമായ വിനോദസ്യ സകല ജീവനികായാനാം അന്തർഹൃദയേഷു ബഹിരപി ച ബ്രഹ്മപ്രത്യഗാത് ആത്മസ്വരൂപേണ ബ്രഹ്മപ്രത്യഗാത്മസ്വരൂപേണ പ്രധാനരൂപേണ ച യഥാ ദേശ കാല ദേഹാവസ്ഥാന കാല ദേഹാവസ്ഥാന വിശേഷം തദുപാദാന ഉപലംഭകതയാ അനുഭവത സർവപ്രത്യയസാക്ഷിണ ആകാശശരീരസ്യ സാക്ഷാത് പരബ്രഹ്മണ പരമാത്മന കിയാൻ ഇഹ വാ അർത്ഥവിശേഷോ വിജ്ഞാപനീയ സ്യാത് വിസ്ഫുലിംഗാത് വിസ്ഫുലിംഗാദിഭിർ ഇവ ഹിരണ്യരേതസഃ. വിസ്ഫുലിംഗാദിഭിः അങ്ങനെ ആ വാക്കവിടെയാണ്. വിസ്ഫുലിംഗാദിഭിः ഇവ ആണ് ഇവ. വിസ്ഫുലിംഗാദിഭിർ അല്ല ഇഭിർ ഇവ ഏറ്റവും അവസാനത്തെ ലൈൻ. വിജ്ഞാപനീയ സ്യാത് വിസ്ഫുലിംഗാദിഭിർ ഇവ ഹിരണ്യരേതസഃ. എല്ലാ വാക്കുകളും പിരിച്ച് നിങ്ങൾ കോമായിട്ടല്ലോ. അത ഭഗവൻ തവാസ്മാഭിർ തവസ്മാഭിർ അഖില ജഗതുത്പത്തി സ്ഥിതി ലയ നിമിത്തായമാന. അവിടം വരെയാണ്. അസ്മാഭിരഖില ജഗതുത്പത്തി സ്ഥിതി ലയ നിമിത്തായമാന ദിവ്യമായാവിനോദസ്യ സകല ജീവനികായാനാം പിന്നെ മാ വെട്ടിയിട്ട് അന്തർഹൃദയേഷു ബഹിരപി ച ബ്രഹ്മപ്രത്യഗാത്മസ്വരൂപേണ പ്രധാനരൂപേണ ച യഥാ ദേശകാല ദേഹാവസ്ഥാന വിശേഷം വിശേഷം തദുപാദാന ഉപലംഭകതയാ അനുഭവത. തദുപാദാനേന ഉപലംഭകതയാ അനുഭവത സർവപ്രത്യയസാക്ഷിണ ആകാശശരീരസ്യ സാക്ഷാത് ബ്രഹ്മണ പരമാത്മന തവ ആസ്മാഭിः വിസ്ഫുലിംഗാദിഭിः ഹിരണ്യരേതസ ഇവ വിജ്ഞാപനീയ. വാക്കുകൾ അങ്ങനെയാണ്. അർത്ഥവിശേഷ കിയാൻ ഇഹ വാ സ്യാത് എന്നാണ്. അങ്ങനെ ഭഗവാന് പറയുക, ഹേ അല്ലയോ ഭഗവാനെ, അഗ്നിയുടെ സ്ഫുലിംഗങ്ങൾ പ്രകാശിക്കപ്പെടേണ്ടതായിരിക്കുന്നില്ലല്ലോ. അതുപോലെ പ്രത്യേകിച്ച് പ്രകാശമൊന്നും വേണ്ട, അഗ്നിക്ക് പ്രകാശമുണ്ട് സ്വയമേ. അതുപോലെ സകല ലോകങ്ങളുടെയും ഉത്പത്തിക്കും സ്ഥിതിക്കും, അതായത് അതിനെ പാലിക്കുന്നതിനും അതിനെ ലയിപ്പിക്കുന്നതിനും, അതായത് അതിനെ ഇല്ലാതാക്കുന്നതിനും ഒക്കെ കാരണമായിരിക്കുന്ന ആ ദിവ്യമായ അതിനെ ആശ്രയിച്ച് വിനോദിക്കുന്നവൻ, ആ മായയെ ആശ്രയിച്ചാണ് എല്ലാവരും വിനോദിക്കുന്നത്, എല്ലാവരും മനസ്സിലാക്കുന്നത് ആ മായയാണ്. സകലമാന ജീവരാശികളുടെ അന്തർഹൃദയത്തിൽ നമ്മുടെ ഉള്ളിലെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രധാന സ്വരൂപനായിട്ടും അതിന് ദേശകാല ദേഹ ഒരു സ്ഥാനങ്ങളും അതിനൊക്കെ അതീതമായിട്ടിരിക്കുന്ന ആ ഭഗവാൻ, അതിൻ്റെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ വിളങ്ങുന്നവനായിട്ടുള്ള, അതുപോലെ തന്നെ അതിൽ എന്താ ഉള്ളത്? ബുദ്ധിയുണ്ട് അല്ലേ? ബുദ്ധിയാദി ഇന്ദ്രിയങ്ങൾ, ആ ബുദ്ധി കൊണ്ടുള്ള ഇന്ദ്രിയങ്ങൾ, അത് ബുദ്ധി മനസ്സും രണ്ടും രണ്ടാണ്. ബുദ്ധി
ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായി ഇരിക്കുന്നു അല്ലേ? എന്തോ ഒന്ന് സാക്ഷിയായിട്ട് നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. നമ്മുടെ ബുദ്ധി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. നമ്മൾ തിരിച്ചും മറിച്ചും ചിന്തിച്ച് നോക്കിയിട്ട് അത് നമ്മുടെ ബുദ്ധിയിൽ ആലോചിക്കുമ്പോഴാണ് നമുക്ക് കണക്ക് കൂട്ടുന്നതിനകത്ത് കാര്യം പറഞ്ഞ എളുപ്പമോ അല്ലേ? അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് നമുക്കറിയാം. അത് ബുദ്ധിയാണ് കൈകാര്യം ചെയ്യുന്നത്, മനസ്സല്ല. ഒരു ആൾ ഒരിടത്ത് പോയിട്ട് ഇത്തിരി താമസിക്കുകയാണെങ്കിൽ വേവലാതിപ്പെടുന്നത് എന്താ? നമ്മുടെ ബുദ്ധിയാണോ? ബുദ്ധിയിൽ ആലോചിക്കുന്നതാണ്. പക്ഷേ അത് മനസ്സാണ്. നമ്മൾ ദുഃഖിക്കുന്നത് മനസ്സാണ്, ബുദ്ധിയല്ല. ബുദ്ധി പറഞ്ഞിട്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഈ ബുദ്ധി പറയുന്നതും മനസ്സ് ദുഃഖിക്കുന്നതും എല്ലാം കണ്ടുകൊണ്ടൊരു സാക്ഷിയായിട്ട് ഒന്നിരിപ്പുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. അതെന്താ? അതാണ് പരമാത്മാവ്, സാക്ഷാൽ പരമാത്മാവ്. അത് ഇല്ലാതായി എപ്പോഴായോ അപ്പോഴേ മരണം തീരുമാനിക്കപ്പെടുള്ളൂ. ബുദ്ധിയുടെ ഭ്രമം ഉണ്ടായി ഒരു വിവേകവും ഇല്ലാതെ നടക്കുന്നവന് ജീവനില്ലെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ സ്നേഹം, ദേഷ്യം, ഇതൊരു വികാരവുമില്ലാതെ ഒരു വികാര വിക്ഷോഭവും ഇല്ലാതെ നടക്കുന്ന ഒരു സന്യാസി, അതിന് ജീവനില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ എല്ലാം കോമയിൽ കിടക്കുന്ന ഒരാൾ, ബുദ്ധിയുമില്ല, ചലനവുമില്ല, ഒന്നുമില്ല, പക്ഷേ അതിന് ജീവനില്ലെന്ന് പറയാൻ പറ്റുമോ? അതിനകത്ത് എന്തോ ഒന്ന് സാക്ഷിയായി ഇരിപ്പുണ്ട്. ആ സാക്ഷി എന്ന് പറയുന്നതാണ് പരമാത്മാവ്, ആത്മാ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. അത് പോയി കഴിയുമ്പോൾ ഹീസ് ഡെഡ്, നമ്മൾ പറയും ഹീസ് ഡെഡ്. അപ്പോൾ ദെൻ ഇറ്റ് ഈസ് എ ബോഡി. അത് കഴിയുമ്പോൾ അതൊരു ബോഡി എന്നുള്ള വാക്കിൽ ഉപയോഗിക്കപ്പെടുകയുള്ളൂ. മറ്റേത് നമ്മളൊരു ജീവനായിട്ട് കോമയിൽ കിടക്കുന്ന, ഒന്നും അറിയാൻ വയ്യാതെ കിടക്കുന്ന നമ്മൾ ആളുകളെ കണ്ടിട്ടില്ലേ? ഒന്നും അറിഞ്ഞുകൂടാ, 3-4 ദിവസമായിട്ട് കിടക്കുക. പക്ഷേ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ആ ശ്വാസം വിടുന്നത് എങ്കിൽ പോലും അതിന് ജീവനുണ്ട്. അതിന് ബോഡിയെന്ന് നമ്മൾ വിളിക്കുകയില്ല. അദ്ദേഹം തീരെ മേലാതെ കിടക്കുക എന്നേ പറയുള്ളൂ. പക്ഷേ ആ നിമിഷം, ഇത് പോയ നിമിഷം, അടുത്ത നിമിഷം നമ്മൾ ബോഡി എന്ന് പറഞ്ഞ ആ നേഴ്സോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ആൾക്കാർ പറയും, ബോഡി ഇനി അത് എത്ര ദിവസം വെക്കുന്നുണ്ടോ, നിങ്ങൾ 2-3 ദിവസം ആരെയും പ്രതീക്ഷിച്ച് ബോഡി വെക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് അതിൻ്റെ രീതിയിൽ ചെയ്ത് ഇവിടുന്ന് തന്നുവിടാം, അത് ബോഡി എന്നൊക്കെയായി പറയുന്നത്. നമ്മുടെ പേരിന് അവിടെ പ്രസക്തിയേ ഇല്ലാതായി. അപ്പോൾ അതുകൊണ്ടാണ് അതിന് സാക്ഷിയായിരിക്കുന്ന ഒന്നുണ്ട്. അതിനൊന്നിനോടും ബന്ധമില്ല. അത് ആ പരബ്രഹ്മ സ്വരൂപനാണ് എന്ന് നിൻ തിരുവടിയോട് ഞങ്ങൾ അറിയിക്കേണ്ടതായി ഒന്നുമില്ല. അത ഏവ സ്വയം തദുപകൽപ്പയാസ്മാകം ഭഗവത പരമഗുരോസ്തവ ഗുരോഹോ തവ ഗുരോഹ തവ എന്നാണ്, ഗുരോസ്തവ എന്ന് പറഞ്ഞത്. ചരണ ശതപലാശഛായാം, ചരണ കഴിഞ്ഞ് കോമ ഇട്ടു, ശതപലാശഛായാം വിവിധ വൃജിന കോമ സംസാര കോമ പരിശ്രമോപശമനീം, ഉപശമനീമാണ്, പരിശ്രമോപശമനീം ഉപസൃതാനാം ഭയം യത് കാമേന ഉപസാദിത, കാമേനോപസാദിത. അങ്ങനെ വായിക്കാൻ പറ്റാത്തവർ കാമേന ഉപസാദിത എന്ന് തന്നെ വായിച്ചു, അത് തെറ്റൊന്നുമല്ല. അപ്പം അത ഏവ സ്വയം തദുപകൽപ്പയ അസ്മാകം ഭഗവത പരമഗുരോസ്തവ ചരണശതപലാശഛായാം വിവിധ വൃജിന സംസാര പരിശ്രമോപശമനീം ഉപസൃതാനാം വയം യത് കാമേനോപസാദിത. അതുകൊണ്ട് അങ്ങ് എന്തൊന്നാഗ്രഹിച്ച്, ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ച് അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നത് അതിനെ നിന്തിരുവടി സ്വന്തമായിട്ട് സാധിപ്പിച്ചാൽ, അങ്ങയ്ക്കറിയാം എന്തിനാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് സാധിപ്പിച്ചു തന്നാലും പരമ ഗുരുവായിരിക്കുന്ന അങ്ങയുടെ നിർമ്മലമായ പാദത്തിൽ ആശ്രയിക്കുന്നവരുടെ എല്ലാവിധ സംസാര ദുഃഖങ്ങളെയും വെട്ടിക്കളയുന്ന, ഇല്ലാതാക്കിക്കളയുന്ന ആ പാതാരബിന്ദത്തിൻ്റെ സ്വഭാവ സിദ്ധമായ ഗുണമാണല്ലോ, ഭഗവാന്റെ ഗുണമാണത്. എന്താണ്? തൻ്റെ ഭക്തന്മാർക്ക് അഭയം കൊടുക്കുക എന്ന്, അവരുടെ ഭയം ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളത് ഭഗവാന്റെ സ്വഭാവമാണ്. അത് പ്രസിദ്ധമാണ്, ആ ഗുണമാണല്ലോ, അത് ഗുണമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അധോ ഈശ ജഹിത്വാഷ്ട്രം ഗ്രസന്തം ഭുവനത്രയം ഗ്രസ്താനി യേന ന കൃഷ്ണ തേജാംസി അസ്ത്രായുധാനി. അവിടെ അതും ആ ഒരു പദം മാത്രമേ പിരിക്കാനുള്ളൂ. അധോ ഈശ ജഹിത്വാഷ്ട്രം ഗ്രസന്തം ഭുവനത്രയം ഗ്രസ്താനി യേന ന കൃഷ്ണ തേജാംസി അസ്ത്രായുധാനിച. തേജാംസി നാക്കണം, അത്
തേജാംസി അസ്ത്രായുധാനി, അസ്ത്രായുധങ്ങളോട് കൂടിയത്. അല്ലയോ ഈ 3 ലോകങ്ങളെയും വിഴുങ്ങുവാൻ ഭാവിക്കുന്ന ഈ വൃത്രാസുരനെ അങ്ങ് ഒട്ടും താമസം ഇല്ലാതെ തന്നെ, കാലതാമസം കൂടാതെ ഇല്ലാതാക്കിയാലും അല്ലയോ ഭഗവാനെ കൃഷ്ണ, ആരാണോ അങ്ങയുടെ ഈ തേജസ്സുകളെയും അസ്ത്രങ്ങളെയും ആയുധങ്ങളെയും അപഹരിച്ചിരിക്കുന്നത്, ഒന്നും അനങ്ങാതിരിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപഹരിച്ചിരിക്കുന്ന ആരാ? അസ്ത്രായി ആയുധാനി യാതൊരുവനാണോ തേജസ്സും ആ വീര്യവും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ ഗ്രസിക്കപ്പെട്ടിരിക്കുന്നത്? എന്താണ് അങ്ങ് അടങ്ങിയിരിക്കുന്നത്? അവനെ പെട്ടെന്ന് തന്നെ നിഗ്രഹിച്ചാലും ആയുധത്തോടു കൂടി വന്ന് ഒന്നും ഒരു ഇതായിട്ട് പറയുന്നതേ ഉള്ളൂ. ഹംസായ ദഹ്രനിലയായ നിരീക്ഷകായ കൃഷ്ണായ മൃഷ്ടയശസേ ഹംസായ ദഹ്രനിലയായ നിരീക്ഷകായ കൃഷ്ണായ മൃഷ്ടയശസേ നിരുപക്രമായ സത്സംഗ്രഹായ ഭവപാന്ത നിജാശ്രമാപ്താൗ അന്തേ പരീഷ്ടഗതയേ ഹരയേ നമസ്തേ. വലിയൊരു പ്രാർത്ഥനയാണ്. ഹംസായ ദഹ്രനിലയായ നിരീക്ഷകായ കൃഷ്ണായ മൃഷ്ടയശസേ നിരുപക്രമായ സത്സംഗ്രഹായ ഭവപാന്ത നിജാശ്രമാപ്തൗ അന്തേ പരീഷ്ടഗതയേ ഹരയേ നമസ്തേ. അല്ലയോ ഹരേ നമസ്തേ. എങ്ങനെയാ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വിഷയസംബന്ധം ഇല്ലാതെ വസിക്കുന്ന, ഒരു വിഷയത്തിനും ഇട കൊടുക്കാതെ വസിക്കുന്നതായ ആ ശുദ്ധ സ്വരൂപനും അതുപോലെ ബുദ്ധി മുതലായ ആ വൃത്തികൾക്കൊക്കെ സാക്ഷിയായിരിക്കുന്നവനും പ്രാകൃത വ്യാപാരങ്ങളൊന്നുമില്ലാത്ത സങ്കല്പമാത്രത്താൽ വെച്ചാൽ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ അപ്പോൾ ആശ്രിതന്മാരുടെ ഇഷ്ടങ്ങളെ എല്ലാം അവരുടെ ആഗ്രഹങ്ങളെ എല്ലാം സാധിപ്പിക്കുന്നത് കൊണ്ട് വളരെ യശസ്സുണ്ട് അങ്ങയ്ക്ക്. അതൊന്നും ഭഗവാനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു. സജ്ജനങ്ങൾക്കല്ലേ ആശ്രയഭൂതനാണ്, സജ്ജനങ്ങൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പരബ്രഹ്മ സ്വരൂപനാണ്. സംസാര മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ അവസാനത്തിൽ പിന്നെ വീണ്ടും ഉണ്ടാകാതിരിക്കത്തക്കതായ ആ പാതാരബിന്ദത്തിൽ വിലയം പ്രാപിക്കുന്നവർക്ക് അവസരം നൽകുന്ന, അതായത് മോക്ഷത്തിന് അവസരം നൽകുന്ന എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി പരമമായ ആ സന്തോഷത്തെ നൽകുന്നവനായ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. നിരുപക്രമായ ഹരേ നമസ്തേ. അങ്ങനത്തെ സംസാര മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് എന്ത് വേണമെങ്കിലും നൽകുന്നതായ അങ്ങേക്ക് നമസ്കാരം. നല്ലൊരു പ്രാർത്ഥനയാകട്ടോ അത്. ശ്രീ ശുഗൗവാച അദൈവമീഡിതോ രാജൻ സാദരം ത്രിദശൈർഹരി സ്വം ഉപസ്ഥാനമാകർണ്യ പ്രാഹാത്താൻ അഭിനന്ദിത. അല്ലയോ രാജൻ, ത്രിദശൈ ഒരുപാട് ദേവന്മാരാൽ സാദരത്തോടുകൂടി സാദരം ക്ഷണിച്ചു കൊള്ളുന്നു, ആദരത്തോടുകൂടി കൂടുംവണ്ണം ഏവം ഈഡിത ഇപ്രകാരം സ്തുതിക്കപ്പെട്ടവനും അഭിനന്ദിക്കപ്പെട്ടവനുമായിട്ട് ഹരി ഭഗവാൻ സ്വം ഉപസ്ഥാനം തന്നെ സ്തുതി ചെയ്യുന്ന അതിനെ ആകർണ്യ കേട്ടിട്ട് അവരോട് പ്രാഹ പറഞ്ഞു, ആഹ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ പ്രാഹ പറഞ്ഞു, പ്രാഹയായത്. ദേവന്മാരിങ്ങനെയൊക്കെ സ്തുതിക്കുന്ന കേട്ടിട്ട് അവരോടായിട്ട് പറഞ്ഞു. ശ്രീ ഭഗവാനുവാച പ്രീതോഹം വസുരശ്രേഷ്ഠ മധുപസ്ഥാന വിദ്യയാ ആത്മൈശ്വര്യ സ്മൃതി പുംസാം ഭക്തിശൈവ യയാമയി. അല്ലയോ സുരശ്രേഷ്ഠന്മാരെ, ദേവാധിപന്മാരെ, ഉപസ്ഥാന വിദ്യ എന്നെക്കുറിച്ച് ചെയ്ത ഈ സ്തുതിയിൽ നിങ്ങളുടെ പേരിൽ ഞാൻ അഹം വളരെ പ്രീതനായിരിക്കുന്നു. യാതൊന്നിനാൽ പുംസാം ജനങ്ങൾക്ക് ആത്മൈശ്വര്യ സ്മൃതി ആത്മാവായിരിക്കുന്ന എൻ്റെ ഐശ്വര്യത്തിൻ്റെ, ഞാനാണത് നിങ്ങളുടെയൊക്കെ ആത്മാവ്, ഐശ്വര്യത്തിൻ്റെ സ്മരണവും ഭക്തിയും എന്നുള്ള എന്ന് പറഞ്ഞ ഏവം ഉണ്ടാകും, ഭക്തിയും ഉണ്ടാകും നിങ്ങൾക്ക്. ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് കിന്ദുരാപം മയി പ്രീതേ തഥാപി വിബുധർഷഭാഹ മയ്യേകാന്തമതിർനാന്യൻ മത്തോ വാഞ്ചതി തത്വവിത് അന്യത് മൈ ഏകാന്തമതിർന അന്യത് മയി ഏകാന്തമതി ന അന്യത്
മത്തോ വാഞ്ചതി തത്വ. ഇതാ വാക്ക് അങ്ങനെ പിരിക്കേണ്ടവർക്ക് പിരിച്ച ബുക്കിലോ പുസ്തകത്തിൻ്റെ അരികിലോ എഴുതി വെക്കുന്നവർ മയി ഏകാന്തമതിർ ന അന്യത് മത്തോ അന്യത് മത്തോ വാഞ്ചതി മത്തോ. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അല്ലേ ദേവന്മാരെ, ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഭക്തന്മാർക്ക് സാധിക്കാൻ കഴിയാത്തവയായിട്ടൊന്നുമില്ല. എൻ്റെ ഭക്തന്മാർക്കിത് കഴിയും, ഞാൻ തന്നെ ചെയ്യണമെന്നില്ല, ഭക്തന്മാർക്ക് കഴിയും. പരമാർത്ഥ തത്വം അറിയുന്നവൻ്റെ മനസ്സ് എപ്പോഴും സദാസമയവും എന്നിൽ തന്നെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്നെ അല്ലാതെ മറ്റൊന്നിനെയും അവർ ആഗ്രഹിക്കയില്ല. അപ്പോൾ ഫലകാംക്ഷയോടുകൂടി ഭജിക്കുന്നവരേക്കാൾ ഒന്നും പ്രത്യേകിച്ച് ആഗ്രഹിക്കാതെ നിഷ്കാമ ഭക്തരാകുന്ന എനിക്ക് അതിപ്രിയന്മാർ, എനിക്ക് ഏറ്റവും പ്രിയന്മാർ ഒന്നും ആഗ്രഹിക്കാതെ എന്നെ സേവിക്കുന്ന ഭക്തന്മാരെയാണ്, എന്നെ ഭജിക്കുന്ന ഭക്തന്മാരെയാണ് എനിക്കിഷ്ടം. അഭീഷ്ടസിദ്ധി അതിങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നൊരു അഭീഷ്ടസിദ്ധിക്ക് ഇന്നടത്ത് ഇന്ന വഴിപാടെന്ന് പറയാറുണ്ട്. തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത്, സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അത് നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ, നമ്മുടെ സാധാരണ ലൗകിക ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നമുക്കങ്ങനെ സാധിച്ചെടുക്കുകയും വേണം. ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. ഭാഗവതം പഠിപ്പിക്കുമ്പോൾ നിഷ്കാമ ഭക്തി, ഒന്നിലും ആഗ്രഹമില്ലാതെ ഭക്തി മാത്രം, എനിക്ക് ഭഗവാനോടുള്ള ഭക്തി മാത്രം കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു, എന്നെ കർമ്മം ചെയ്യുന്നു, എൻ്റെ കർമ്മം ഇതാണെന്ന് മനസ്സിലാക്കി ഞാൻ തിരിച്ചറിഞ്ഞ കർമ്മം ചെയ്യുന്നു. ഫലത്തിൽ ആകാംക്ഷ, ഫലത്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ചെയ്യരുതെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ളവരിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം എന്ന് പറയും. പ്രത്യേകിച്ചൊന്നും ഇന്നതൊന്നും കഷ്ടപ്പെടുക, നമ്മൾ ഓരോന്നിന് വേണ്ടിയിട്ട് ആ കഷ്ടപ്പെടുന്നത് ഇന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സെന്താ, കഷ്ടപ്പാടിനേക്കാൾ കൂടുതൽ ആ ചെയ്യുന്ന ജോലിയോടുള്ളതിനേക്കാൾ അതിൻ്റെ കിട്ടുന്ന ഫലത്തിനെക്കുറിച്ചുള്ള ആ ഓർമ്മയാണ് നമ്മളെ കൊണ്ട് ആ കർമ്മം ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഒരു കണക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ കണക്ക് പഠിപ്പിക്കുന്ന ആളിന് ഇതെങ്ങനെയെങ്കിലും മുമ്പിലിരിക്കുന്ന ഈ കുറേ കുട്ടികളിരിക്കുന്നവരുടെ ബുദ്ധിയിലത് ഞാൻ ഈ പഠിപ്പിക്കുന്നത് ചെന്നെത്തണം എന്നുള്ള ഏക ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉദ്ദേശ ശുദ്ധി എത്രയുണ്ടെങ്കിൽ അതനുസരിച്ചത് കൂടി വരും. ഹരിയോം. അപ്പോൾ നമുക്ക് കർമ്മഫലത്തിൽ ആശ കൂടാതെ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിലൊന്നും പറ്റില്ല. കാരണം ഈ പറഞ്ഞത് തന്നെ ഫലത്തിൽ അപ്പോൾ ഈ പഠിപ്പിക്കുന്ന ആൾ എങ്ങനെ പഠിപ്പിക്കും? പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പലത് ആലോചിച്ച്, പലത് ചിന്തിച്ച്, പല ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞ് ഒക്കെ ചെയ്യും. അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലേ? കാരണം അവരത് ആഗ്രഹിക്കുന്നു. കാരണം അത് ഏറ്റവും മിനിമം ആവശ്യമാണ്. അതല്ലാത്ത കാര്യങ്ങളിലേ ഈ പറയുന്നത് കേട്ടോ. വേറെ നമുക്ക് ലൗകികമായിട്ട് കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും ആ കിട്ടുന്ന സാധനത്തിൻ്റെ ഒരു ഒരു ഉപയോഗം, എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ പഠിപ്പിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പം നമുക്കത് ആത്മാർത്ഥമായിട്ട് അത് ആ കുട്ടിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഗുരു പഠിപ്പിക്കുന്നത്. അപ്പോൾ അതന്നെ നമ്മൾ ആ ഒരു ഫലത്തിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മൾ വേറൊരു ഭോഗവസ്തു അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുക വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആ വേറൊരു ജോലി ചെയ്യുക. ഈ ജോലിയും അതിന് പരിണിത ഫലവും ഒന്നിച്ചൊന്നിച്ചുള്ളതാണ്, അല്ലേ? പഠിപ്പിക്കുന്ന കാര്യവും കുട്ടിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ സ്വകർമ്മമാണ്, ഒരാളിൻ്റെ ഒരു കർമ്മമാണ്, അത് ഒരു ടീച്ചറിൻ്റെ സ്വന്തം സ്വധർമ്മമാണ്. ആ സ്വധർമ്മം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് പഠിപ്പിക്കുന്നത് കുട്ടികൾക്കാണ് വേണ്ടിയിട്ടാണ്, അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരത് പണ്ടത്തെ രീതിക്ക് പറഞ്ഞാൽ മന്ത്രം പഠിപ്പിക്കുന്നത്, ഒരു ഗുരു മന്ത്രം പഠിപ്പിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ? പക്ഷേ വേണ്ട രീതിയിൽ ഉച്ചരിക്കാനായിട്ട് അവർ നിർബന്ധമായിട്ട് പറഞ്ഞ് ഇന്നതുപോലെ പറയണമെന്നൊക്കെ പറയും. അതൊരു ഫലപ്രാപ്തി ഞാനിങ്ങനെ പ്രാവശ്യം ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി കിട്ടിയതാണ് കേട്ടോ. അപ്പം ഞാനും ഇത് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് മനസ്സിലാക്കണം, നിങ്ങളെക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ശരിയായി ശുദ്ധമായി വായിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായതുകൊണ്ട് ഞാനതിൻ്റെ എല്ലാ തലങ്ങളിലും കൂടെ നടക്കും. കാരണം അത് ആദ്യം ചെയ്തത് ശരിയാകുന്നില്ല, അപ്പോൾ അടുത്ത വിദ്യ പ്രയോഗിച്ച് നോക്കും. പിന്നെ ആ ശരിയാകുന്നിടം വരെ നമ്മളതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. ആ ഒരു ശ്രമം ഞാനിങ്ങനെ പല പ്രാവശ്യം ആലോചിക്കുന്നു, കർമ്മഫലത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത്, ഞാൻ വേണ്ടത് ചെയ്താൽ മതിയല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ഭഗവാൻ കാണിച്ചു തന്നൊരു ഇതാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്, ഭഗവാൻ ഉദ്ദേശിക്കുന്ന അതല്ല. ആ കാര്യം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കുന്നതും
ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി, അതിൽ കൂടി എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി, ആ ലാഭം കൊണ്ട് എനിക്ക് വാങ്ങിച്ചു കൂട്ടുന്ന ഉപഭോക്ത വസ്തുക്കൾക്ക് വേണ്ടി ആണ് ഞാൻ ഈ ചെയ്യുന്നതെങ്കിൽ എൻ്റെ മനസ്സെപ്പോഴും എവിടെയായിരിക്കും? ആ വാങ്ങിക്കുന്ന സാധനം എനിക്ക് സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിച്ച സാധനത്തിലായിരിക്കും എൻ്റെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ എൻ്റെ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ച് പോയി. അത് ഈ ആളുകൾക്ക് മനസ്സിലാകാനല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കാര്യം കൊണ്ട്, എന്തെങ്കിലും പണം കൊണ്ട് വേറെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് സ്വധർമ്മം ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. എല്ലാവരും അങ്ങനെ അത് കരുതുക. മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ടത് പറഞ്ഞത്. കാരണം എനിക്കിത് സ്വന്തമായിട്ട് വേറെ ആരും പറഞ്ഞു തരാനൊന്നുമില്ല. ഇപ്പോൾ സ്വാമിജിയൊന്നുമില്ലല്ലോ, അദ്ദേഹത്തിനോട് ചോദിക്കാമായിരുന്നു. ഇത് ഞാൻ സ്വയമായിട്ട് കുറച്ച് നാൾ ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ ആലോചിച്ച് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോഴെപ്പോഴും ഓർക്കും, ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കർമ്മം ചെയ്യുക, കർമ്മഫലത്തിൽ ആഗ്രഹിക്കരുതെന്ന്. അപ്പം ഞാനിത് നിങ്ങൾ ശരിക്കും തെറ്റുകൂടാതെ വായിക്കാൻ വേണ്ടി ഞാൻ എന്ത് പരിശ്രമമാണ് ഇടുന്നത്. ഒത്തിരി മെനക്കെടുന്നുണ്ട്. ഞാനത് കേട്ടിട്ട് അത് നിങ്ങൾക്ക് തെറ്റുന്നത് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം കേൾക്കുന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പോൾ. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ ഫലം ആശിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തേ ഭഗവാനെ ഇങ്ങനെ ആശിക്കുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായി. പല പ്രാവശ്യം ആലോചിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ചെയ്യുന്ന കർമ്മം ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ള അതിനകത്തുനിന്നുണ്ടാകുന്ന ആ ഫലസിദ്ധിയാണ് നീ ആഗ്രഹിക്കുന്നത്. അത് തെറ്റല്ല. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലും വേറെ ലാഭമുണ്ടോ? എനിക്ക് സ്വന്തമായിട്ട് വേറെ ലാഭമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ സംതൃപ്തി നേടണം. അത് വേണം, എന്നാലേ ശരിയാകുള്ളൂ. കാരണം ഒരു തെങ്ങ് കുഴിച്ച് വെച്ചാൽ അതിന് തേങ്ങയുടെ ഫലം ഉണ്ടാകണം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷേ ഫലം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തെങ്ങ് കുഴിച്ചില്ല. തെങ്ങ് വെറുതെ കുഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടും തെങ്ങ് വലുതാകാൻ അല്ല നമ്മൾ ചെയ്യുന്നത്, തേങ്ങ ഉണ്ടാകാനാണ്. അപ്പോൾ തേങ്ങ ഉണ്ടാകുന്നിടം വരെ നമ്മുടെ ഫലസിദ്ധി. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അതിനെക്കുറിച്ച് ഓർക്കരുത്. ഈ തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യും എന്നോർത്തോർത്ത് കൂട്ടരുതെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഭഗവാൻ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. ചിന്തിച്ചതിന് ശേഷം കേട്ടോ, വളരെയധികം ചിന്തിച്ചതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് പറയാനുള്ള കാര്യമൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ആ പ്രാർത്ഥനയെ സാധിപ്പിക്കുന്ന പക്ഷം ഈശ്വരനായ ഞാനും അവനെപ്പോലെ അറിവില്ലാത്തവനായി തീരുകയില്ലേ. ഇതാ കിം ദുരാപം, അതല്ലേ? അല്ല, ഭവിഷ്യതി 46-ാമത്തെ നമ്മൾ വായിക്കുന്നത്. പ്രീതോഹം വസുരശ്രേഷ്ഠ മധുപസ്ഥാന വിദ്യയ ആത്മൈശ്വര്യ സ്മൃതി പുംസാം ഭക്തിശ്ചൈവയാമയീം. അതുകൊണ്ട് നിങ്ങൾ ചെയ്തതായ സ്തോത്രം ലോകത്തിന് ഉപകാരമായതിനാൽ ഞാൻ സന്തുഷ്ടനായി എന്ന് സാരം. കിം ദുരാപം മയി പ്രീതേ തഥാപി വിബുധർഷഭാഹ മയി ഏകാന്തമതിർന്ന അന്യത് മത്തോ വാഞ്ചതി തത്വവിധ. അതാ പറഞ്ഞത് നമ്മൾ. നിങ്ങളുടെ സകാമ ഭക്തി, കാമത്തോടെയുള്ള കൂടെയുള്ള ഭക്തി സമുചിതയല്ല എന്ന അഭിപ്രായം. അതുകൊണ്ട് മറ്റൊന്നിനെയും കാംക്ഷിക്കേണ്ട, നിങ്ങൾ വേറെ ഒന്നും കാംക്ഷിക്കേണ്ട. ഫലാകാംക്ഷ കൂടാതെ കൂടി ഭജിക്കുന്നവരേക്കാൾ നിഷ്കാമ ഭക്തർ വന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. ഭക്തരാകുന്നു എനിക്ക് അതിപ്രിയന്മാർ. നിങ്ങളിപ്പോൾ സ്വർഗ്ഗരാജ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് പറയുന്നത്. വൃത്രനെ കൊല്ലാൻ നിങ്ങൾ അങ്ങനെ ഒന്ന് അതിനു വേണ്ടിയിട്ട് എന്നെ ഇപ്പോൾ ഭജിച്ചത്. മനസ്സിലായി ഇപ്പോൾ വ്യത്യാസം? അപ്പോൾ ഭഗവാനെ ഭജിക്കുന്നത് എപ്പോഴും മോക്ഷമായിട്ട് ഭഗവാനിൽ ചേരാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നാണ് പറഞ്ഞു വന്നത്. നവേദ കൃപണശ്രേയ ആത്മനോ ഗുണവസ്തുദൃക് തസ്യ താനിച്ഛതോ യച്ഛേദ യതി സോപി തഥാവിധ. ഗുണവസ്തുദൃക്, ഗുണകാര്യങ്ങളെ സത്യമെന്ന് കാണുന്ന കൃപണന്മാർ, ലുബ്ധന്മാർ, ആത്മനശ്രേയ, ആത്മാവിൻ്റെ ശ്രേയസ് എന്നാ വേദ, അറിയുന്നില്ല. വേദ എന്ന് പറഞ്ഞാൽ അറിവെന്നാ വേദ എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല, അറിവില്ല, അത് മനസ്സിലാകുന്നില്ല. താൻ അവയെ ഇച്ഛത തസ്യ ആഗ്രഹിക്കുന്നവന് യച്ഛേദയതി കൊടുക്കുന്നതായാൽ, ഇച്ഛത യച്ഛേദ് ഇച്ഛിക്കുന്നത് കൊടുക്കുന്നതായാൽ, സാപി അവനും, അവൻ എന്നർത്ഥം, അവനും അവനും കൊടുക്കുന്നവനും തഥാ അപ്രകാരമുള്ളവർ തന്നെ. അപ്പോൾ ഈ ഗുണകാര്യങ്ങളുടെ ആയിട്ടുള്ള വിഷയങ്ങളിൽ പരമാർത്ഥ ദർശനമുള്ള ലുബ്ധനായ ഒരു ചെറിയ ലോകത്തിൽ നാരോ മൈൻഡഡ് എന്നൊക്കെ പറയും ആശയുള്ള പുരുഷൻ അവന് പരമഹിതം എന്താണെന്നറിയാത്തത് കൊണ്ടാകുന്നു.
പരമഹിതം എന്താണ്? മോക്ഷപ്രാപ്തി. വിഷയങ്ങളെ പ്രാർത്ഥിക്കുന്നത്, അത് വേണം ഇത് വേണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയെ ഞാൻ സാധിപ്പിക്കുന്ന പക്ഷം ഈശ്വരനായ ഞാനും അവനെപ്പോലെ അറിവില്ലാത്തവനെന്ന് വരികയില്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ പലതും തരാത്തത്. അതുകൊണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് അത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭഗവാനെ മഹാവിഷ്ണുവിനെ കൃഷ്ണനെ ഒന്നും പൂജിക്കണ്ട, ഭക്തിയും മുക്തിയും തരുന്നവനാണെന്ന് പറയും. പക്ഷേ ഭഗവാൻ ഇച്ചിരി ഒന്ന് പരീക്ഷിക്കും കേട്ടോ. അത് ശരിയാണ്, നമ്മളുടെ ആ കാമം ആഗ്രഹം എത്രയുണ്ടെന്ന് ഭഗവാൻ കുറേ നാൾ നമ്മൾ പല കാര്യത്തിന് വേണ്ടിയിട്ട് ഭജിച്ചിട്ട് കിട്ടിയില്ലെന്നിരിക്കട്ടെ, നമുക്ക് കിട്ടി, ഇനി ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ച് മിണ്ടാതിരിക്കുക, ഭഗവാനോട് കൂട്ടുവെട്ടിയിരിക്കുക. ഇനി എന്താണെങ്കിലും വേണ്ട, ഞാൻ ഇനി ഭഗവാനോടൊന്നും പറയുന്നില്ല, എൻ്റെ ആഗ്രഹം ഞാൻ ഇത് ഒത്തിരി പ്രാവശ്യമായില്ലേ പറയുന്നത്, ഇതിന് വേണ്ടിയിട്ട് ഞാൻ തൊഴാൻ വരുന്നുണ്ട്, ഞാൻ വിളക്ക് കത്തിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് തരുന്നില്ലേ, വേണ്ട, ഞാൻ എനിക്ക് തരുമ്പോൾ തന്നാൽ മതി എന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക, തനിയേ വരും ഭഗവാൻ അടുത്തോട്ട്. എന്നെ പിണങ്ങിയോ എന്ന് ചോദിച്ച് കേട്ടോ. എൻ്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ നമ്മളങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴൊന്നും ഇല്ല, നിർത്തി. ദൈവത്തിൻ്റെ കളികൾ നമുക്ക് മാറ്റാൻ പറ്റില്ലെന്നുള്ള ബോധം ഉണ്ടായി. കാരണം ഈശ്വരഹിതം നമുക്കത് മാറ്റാൻ പറ്റില്ല. നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോഴേ നമുക്ക് ഇന്നതൊക്കെയാണ്, ഇതൊക്കെ അനുഭവിക്കണം, ഇതൊക്കെ അനുഭവിക്കേണ്ട, ഈ രീതിയിൽ നീ ജീവിക്കണം, ഈ രോഗങ്ങളൊക്കെ നിനക്ക് വരും, അല്ലെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് എഴുതി വിട്ടിരിക്കുന്നത് ഒന്നിനും മായ്ക്കാൻ പറ്റില്ല. അതിനോട് നമുക്ക് പൊരുതി നിൽക്കാനുള്ള ധൈര്യം തരാൻ ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും കൊണ്ട് സാധിക്കും, അത് ഉറപ്പാണ്. പക്ഷേ അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിക്കണം, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും. അപ്പോൾ അത് കൈ കിട്ടുന്ന എന്താണോ അത് നമ്മൾ അനുഭവിച്ചോളുക, അത്ര തന്നെ. അതിൻ്റെ ബാക്കി ഭഗവാൻ്റെ കയ്യിൽ ഇരിക്കുന്നുവെന്ന് നമ്മളങ്ങ് വിചാരിക്കുക. അപ്പം നമുക്ക് വേറൊരാളിനങ്ങ് ആരോപിക്കുമ്പോൾ നമുക്ക് കുറ്റമൊന്നും ഇല്ലല്ലോ, അതല്ലേ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പണ്ടൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ഭഗവാനെ അങ്ങനെ പറഞ്ഞ്, അപ്പം ഞാൻ ഓർക്കും ഇനി മിണ്ടുന്നില്ല. ഇത്രയും പ്രാവശ്യം ഞാനൊക്കെ പറഞ്ഞു നോക്കി, എന്നിട്ട് കിട്ടുന്നു, ഇനി എന്താ ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുമ്പം അങ്ങനെ 2-3-4 ദിവസം കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് ആലോചിക്കാതെ, മിണ്ടാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഭഗവാനോട് പറയുന്നല്ല, മിണ്ടാതിരിക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇനി അത് ഭഗവാന് അതായിരിക്കും ഇച്ഛ, എന്തെങ്കിലും വേറെ ഒരു കാര്യത്തിനായിരിക്കും ഇതിങ്ങനെ സാധിക്കാതെ വരുന്നതെന്ന് ഓർത്ത് കഴിയുമ്പോൾ ഭഗവാൻ പതുക്കെ നമ്മുടെ അടുത്ത് വരുന്ന പോലെ. എന്ന് വെച്ചാൽ നമുക്ക് ആ കാര്യം സാധിക്കാനുള്ള വട്ടങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയാലും ഇങ്ങനെ അവസാനം ഇങ്ങനെ വന്ന് സംഭവിക്കും, അത് നടക്കും എന്നുള്ളൊരിത് പോലെ ഭഗവാൻ നമുക്ക് ഓരോ ചിഹ്നങ്ങൾ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കണം, ചിലപ്പോൾ ആണെങ്കിൽ നടക്കുമായിരിക്കും. അപ്പോഴും നമ്മൾ ഒന്നും അനങ്ങാതിരിക്കുക, ഭഗവാൻ അത് നടത്തി തന്നിരിക്കും. കുറച്ച് നാൾ മിണ്ടാതിരിക്കുക, ഈ ആവശ്യങ്ങളും കൊണ്ട് കുറച്ച് നാൾ ചെല്ലാതിരിക്കുക. ചെന്നിട്ടും കിട്ടിയില്ലെങ്കിലാണ് കേട്ടോ, ചെന്നിട്ട് കിട്ടിയാൽ സന്തോഷത്തോടെ സ്വീകരിക്കാം, കിട്ടിയില്ലെങ്കിൽ ഇത്തിരി ഒന്ന് പരീക്ഷിച്ചതാണ്, അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുക, ഭഗവാൻ തരും. ഞാനിതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളും കൂടെ പറയുന്നതേ ഉള്ളൂ കേട്ടോ, ഇതിനകത്ത് ഇതൊന്നും എഴുതിയിട്ടില്ല. ന ഭേദകൃപണ ശ്രേയ ആത്മനോ ഗുണവസ്തുദൃഗ തസ്യ താനിച്ഛതോ യച്ഛേത് യതി സോപി തഥാവിധ സ്വയം നിശ്രേയസം വിദ്വാൻ ന ഭക്ത്യജ്ഞായ കർമ്മഹി ന ഭക്തി അജ്ഞായ കേട്ടോ. ന ഭക്തി അജ്ഞായ കർമ്മ ഹി എന്നാണ് ആ വാക്ക്. ഹി എന്നുള്ളത് ന ഭക്തി ഹി എന്നാണ് അവിടെ കിട്ടുന്നത്. ന ഭക്തി അജ്ഞായ കർമ്മ ഹി, ന ഭക്തി ഹി അജ്ഞായ കർമ്മ. ന രാതി രോഗിണോ വധ്യം വാഞ്ചതോ ഹി ഭിഷക്തമഹ. പരമമായ ആ ശ്രേയസിനെ, നിശ്രേയസം, ആ ഉയർച്ചയെ വിദ്വാൻ അറിയുന്നവൻ, മനസ്സിലാക്കുന്നവന് അജ്ഞായ അറിവില്ലാത്തവനോട് ഈ കർമ്മത്തെ ന ഭക്തി പറയുകയില്ല തന്നെ, കർമ്മത്തെക്കുറിച്ച് പറയുകയില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഭിഷഗ്വരൻ എന്നൊക്കെ പറയില്ല, ഭിഷഗ്വരൻ അതായത് നല്ലൊരു ഡോക്ടർ, ഭിഷക്തമൻ ഡോക്ടർ. പഥ്യമല്ലാത്തതിനെ നമ്മൾ പറയില്ല ഇന്ന് പഥ്യം ചെയ്യണമെന്ന്, പഥ്യമാണ്. വാഞ്ചത ആഗ്രഹിക്കുന്ന രോഗിക്ക് ന രാതിഹി കൊടുക്കുകയില്ലല്ലോ. പഥ്യമല്ലാത്തതിനെ കൊടുക്കുകയില്ലല്ലോ. ശരിയായിട്ടുള്ളൊരു ഉത്തമ വൈദ്യൻ രോഗിക്ക് ചേരാത്തതായ ഒരു ഔഷധം കൊടുക്കുകയില്ലല്ലോ. അതുപോലെ അറിയുന്നവൻ അജ്ഞനായിട്ടുള്ളവനോട്
അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുകയില്ല. അറിവുള്ള ആളായ ഭഗവാനൊന്നും പറയുകയില്ല, ശ്രേയസ്സിനെ പറ്റിയൊന്നും പറയുകയില്ല. പരമാർത്ഥമായ ശ്രേയസ്സിനെ മനസ്സിലാക്കുന്നവൻ അറിവില്ലാത്തവനോട് കർമ്മമാർഗം ശ്രേയസ് ആണെന്ന് ഉപദേശിക്കുകയില്ല. കർമ്മമാർഗം ശ്രേയസ് അല്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവത്ഗീത മുഴുവൻ പറയുന്നത് കർമ്മമാണ്. നമ്മുടെ സ്വധർമ്മം, കർമ്മത്തിൻ്റെ ഫലം ആഗ്രഹിക്കാതെ സ്വധർമ്മം ചെയ്യുക എന്നാണ് ഭഗവത്ഗീതയിൽ മുഴുവൻ പറയുന്നത്. വിരുദ്ധങ്ങളാണ് അത്. ഭാഗവതത്തിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നതും ഭഗവത്ഗീതയും കൂടെ വെച്ച് നോക്കരുത്. ഭഗവത്ഗീത നന്നായിട്ട് പഠിച്ചവരുണ്ട്. അവർക്ക് ആണ് ഈ ഒരു കുഴപ്പം വരുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് പറ്റിയത്. പക്ഷെ ഭഗവാൻ അത് മനസ്സിലാക്കി തന്നു. ഇത്തിരി ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പം ദേവേന്ദ്രനെത്തിനാ ദേവന്മാരോട് കൂടി ഈ വൃത്രനെ കൊന്നാലേ ഞങ്ങൾക്ക് രാജ്യം തിരിച്ചു കിട്ടുകയുള്ളൂ, ഈ വിശ്വരൂപനെ ഇവിടുന്ന് മാറ്റുകയും വേണം, അത് ത്വഷ്ടാവിൻ്റെ പുത്രനായ വിശ്വരൂപൻ മറ്റവർക്ക് അസുരന്മാർക്കൂടെ പങ്ക് കൊടുത്ത് ഇവിടെ ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ടാണ് ഗളച്ഛേദം ചെയ്തു വിശ്വരൂപൻ്റെ. ആ ബ്രഹ്മഹത്യാപാപം വന്നു ചേർന്ന് ഇന്ദ്രന്. അപ്പോൾ ആകെപ്പാടെ പ്രശ്നമായി. ആ വൃത്രൻ ഇവരെ നിഗ്രഹിക്കാനായിട്ട് എത്തുകയും ചെയ്തു. എന്ത് ചെയ്യും? വൃത്രാസുരനെ അങ്ങ് എന്തെങ്കിലും ചെയ്തേ മതിയാകുള്ളൂ എന്ന് പറയുന്നത് എന്തിനാ? സ്വർഗരാജ്യം തിരിച്ചു കിട്ടാൻ, അല്ലേ? സ്വർഗ്ഗലോകം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ദേവേന്ദ്രൻ ഈ പറയുന്നത്. അത് ആഗ്രഹിക്കുന്നില്ലാത്തവനാണെങ്കിൽ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അതിന് കഴിവുണ്ടോ? നിങ്ങളതിന് സമർത്ഥരാണെന്ന് ഭഗവാൻ പറയുക. എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നൊന്നുമില്ല. മഘവൻ യാതഭദ്രംബോ ദധ്യഞ്ചം ഋഷി സത്തമം വിദ്യാവ്രത തപസ്സാരം ഗാത്രം യാചത മാചിരം. മഘവൻ, അല്ലേ ഇന്ദ്ര, യാത ഭദ്രംബോ ദധ്യഞ്ചം ഋഷിസത്തമം. ദധ്യങ് എന്നു പേരായ ദധ്യങ് എന്നാണ് ആ ഋഷിസത്തമൻ്റെ പേരാണത് കേട്ടോ. ദധ്യഞ്ചം എന്ന് പറഞ്ഞ് ദധ്യങ് ച ആണ് ദധ്യഞ്ച വന്നത്. ദധ്യങ് ച ആണ് വന്നത്. ദധ്യങ് എന്നാണ് മുനിയുടെ പേര്, ഋഷിയുടെ പേര്. പ്രാപിക്കുവിൻ. അത് ദധ്യങ്ങിനെ പ്രാപിച്ചാൽ ആ വിദ്യാവ്രത തപസ്സാരം നിങ്ങൾക്ക് മംഗളം വരും. വിദ്യാവ്രത തപസ്സാരം. വിദ്യ എന്ന് പറഞ്ഞാൽ അറിവ്, വേദ അറിവ്, വ്രതം, തപസ് എന്നിവയുടെ എല്ലാത്തിൻ്റെയും സാരഭൂതമായി എന്താണ്? അതൊക്കെ ശരീരം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ അറിവ്, വ്രതം ചെയ്യുന്നത്, തപസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ശരീരം കൊണ്ട്. ആ ശരീരത്തെ യാചിക്കുവിൻ മാചിരം. കാലം ഒട്ടും സമയം കളയാതെ നിങ്ങൾ ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ദധ്യങ് എന്നുള്ള മഹർഷി. ആരാ നമ്മുടെ ദധ്യങ്? ദധീജി മഹർഷി എന്ന് പറയും നമ്മൾ. ദധ്യങ് എന്നുള്ള ഋഷിയെ പ്രാപിക്കുക എന്ന് പറയും. അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ നിങ്ങളുടെ കാര്യം സാധിക്കും, ഞാനല്ല ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വിടുക. സവാ അധികതോ ദധ്യങ്, ദധ്യങ് എന്നാക്കുക. എന്നിട്ട് അശ്വിഭ്യാം ബ്രഹ്മനിഷ്കള. ദധ്യങ് എന്ന് പറഞ്ഞാൽ ദധീജി മഹർഷിയാണ് കേട്ടോ. അത് ദധ്യങ് നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഈ ഭാഷ വന്നപ്പോൾ ഇങ്ങനെ പേരെന്ന് മാത്രമായിട്ട് വന്നപ്പോൾ ദധ്യങ് എന്നുള്ള മുനിന്ന് വന്നു. ദധീജി എന്ന് പറയും. ഇപ്രകാരം ഭഗവാൻ ഉപദേശിച്ച ആ തത്വത്തെ ശത്രുവിൻ്റെ പീഡ ദേവന്മാരുടെ വൃത്രാസുരൻ്റെ വധത്തിൻ്റെ ഉപായം പറയുക. ദധ്യങ് ഋഷിയെ കണ്ടാൽ മതിയെന്ന്. സവാ അധികതോ ദധ്യങ്. പിന്നെ അശ്വിഭ്യാം ബ്രഹ്മനിഷ്കളം യദ്വാ അശ്വശിരോ നാമ തയോർ അമരതാം വ്യഥാത്. തയോർ അമരതാം. ആ മായുടെ ഇടയ്ക്ക് ഒരു എഴുതി വെച്ചാൽ തയോര അമരതാം എന്ന് വായിക്കും. രമരതാമല്ല, തയോഹോ അമരതാം. തയോർ അമരതാം എന്നാണ്. ദധ്യങ് മുനി നിർഗുണ ബ്രഹ്മസ്വരൂപം അറിഞ്ഞവനാണ്. അശ്വശിരനാമ, അശ്വശിരസ് എന്ന പേരായ വിദ്യയെ അശ്വിനി ദേവന്മാർക്കായിക്കൊണ്ട് കൊടുത്തു ദധ്യങ് മുനി. ആ 2 പേർക്കും അമരതാം ജീവൻ മുക്തതയെയും ഉണ്ടാക്കി കൊടുത്തു ഈ ദധ്യങ് മുനി അശ്വിനി ദേവന്മാർക്ക്. അതുകൊണ്ട് അങ്ങനെ വലിയൊരു വൈദ്യനാണ്. അങ്ങനെ പോയി കണ്ടാൽ ഇതിന് സാധിക്കുമെന്ന്. നിഷ്കള ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന ആ ദധ്യങ് മുനി അശ്വിനി ദേവന്മാർക്ക് അശ്വശിരസ് എന്ന പേരായ മന്ത്രത്തെയും നാശമില്ലായ്മയും ഒരിക്കലും ഇല്ലാതെ വരുന്നില്ല അങ്ങനെയുള്ളൊരവസ്ഥയെയും നൽകിയ മഹാനാണ്. ആ ജീവൻ മുക്ത നിലയെ ബോധിപ്പിച്ചു എന്ന് മനസ്സിലാക്കി കൊടുത്തു. അത്രയേ ഉള്ളൂ. ഒരു കഥയുണ്ട്. അത് കഥ നമുക്ക് പിന്നെ
നോക്കാം. അതിനൊരു കഥ ഉപദേശിച്ചതിൻ്റെ കാര്യമൊക്കെ. ദധ്യങ്ങാധർവണത്വഷ്ട്രേ ദധ്യങ്ങാധർവണത്വഷ്ട്രേ വർമാഭേദ്യം മദാത്മകം വിശ്വരൂപായ യത് പ്രാദാത് ത്വഷ്ട യത്വം അധാത് സ്തതഃ അഥാഹ ധരിച്ചു. വാക്കിങ്ങനെയാണ്: യത്വം അധാഹ തതഃ. സ വെട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല. യത്വം അധാ തതഃ. സ പറഞ്ഞാലും കുഴപ്പമില്ല. അഥർവണവേദസാരജ്ഞനായ അഥർവണവേദത്തിൻ്റെ ആ ദധീജിക്ക് വളരെ വേറുള്ള അന്യങ്ങളായ മന്ത്രങ്ങളാൽ നിരാകരിക്കപ്പെടുവാൻ കഴിയാത്ത നാരായണ കവചം എന്ന മന്ത്രം അറിയാം. അതിനെ ത്വഷ്ടാവിന് ഉപദേശിച്ചു. ത്വഷ്ടാവ് തൻ്റെ പുത്രനായ വിശ്വരൂപന് ഉപദേശിച്ചു. വിശ്വരൂപനിൽ നിന്ന് നീ അതിനെ മനസ്സിലാക്കി. അതുകൊണ്ട് ദധീജിയുടെ ദേഹം മന്ത്രസാരമായി പരിണമിച്ചിരിക്കുന്നു. അതുകൊണ്ട് വൃത്രാസുരവധാർത്ഥം നീ അദ്ദേഹത്തെ പോയി കണ്ടുകൊള്ളുക. യുഷ്മഭ്യാം യാജിതോസ്വിഭ്യാം ധർമ്മജ്ഞോങ്കാനി ദാസ്യതി തതസ്തൈർ ആയുധശ്രേഷ്ഠോ വിശ്വകർമ്മ വിനിർമ്മിതഃ. യുഷ്മഭ്യം യാജിതോസ്വിഭ്യാം ധർമ്മജ്ഞോങ്കാനി ദാസ്യതി തതസ്തൈർ ആയുധശ്രേഷ്ഠോ വിശ്വകർമ്മ വിനിർമ്മിതഃ. യേന വൃത്രശിരോഹർത്ത മത്തേജ ഉപബൃംഹിതഃ. അശ്വിഭ്യാം യാചിക്കപ്പെട്ട ധർമ്മജ്ഞൻ നിങ്ങൾക്കായിക്കൊണ്ട് അങ്കാനി ശരീരാവയവങ്ങളെ ദാനം ചെയ്യും. അതാണ് പറഞ്ഞത്. നമുക്കറിയാം ആ കഥ. ദധീജിയോട് ചെന്ന് ചോദിച്ചത് എന്താണെന്ന്. തൻ്റെ സാരമായ ശരീരത്തെ അദ്ദേഹം ഞങ്ങൾക്ക് തരുമോ എന്ന് ശങ്കിക്കേണ്ട. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ അശ്വിനി ദേവന്മാർ യാചിക്കട്ടെ. അവരുടെ പേരിലുള്ള അശ്വിനിയും ദേവന്മാരാണല്ലോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും. അപ്പം അവർ പോയി ചോദിച്ചാൽ കൊടുക്കും. അശ്വിനി ദേവന്മാരെ അവരെ വിട്ടാൽ മതി. അവർക്കൊക്കെ ആവശ്യമാണല്ലോ ഈ സ്വർഗരാജ്യം കിട്ടണമെന്നുള്ളത്. അപ്പം അന്യരുടെ ദുഃഖം തീർക്കാൻ തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് ധർമ്മമാണ് എന്നുള്ള അറിവുണ്ട ആളാണ് അദ്ദേഹം. ആ മുനി ആ ശരീരം ദാനം ചെയ്യും. അദ്ദേഹത്തിൻ്റെ നട്ടെല്ലെടുത്തുകൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കാനാണ് പറയുന്നത്. ആ ആയുധത്തിൽ ഉണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം. ആയുധത്തിൻ്റെ പേര് വജ്രായുധമാണെന്നും അറിയാം. അതായത് ദേവേന്ദ്രൻ്റെ വജ്രായുധം അങ്ങ് പ്രയോഗിച്ചു. അങ്ങനെ പ്രയോഗിച്ച് വലിയ കാര്യങ്ങളൊക്കെ ദേവേന്ദ്രൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം ചെയ്തു. ഞാൻ ഇതിനായിട്ടൊന്നും ഇടപെടുന്നില്ലെന്ന് ഭഗവാൻ കൈയൊഴിഞ്ഞു. കാരണം എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദേവേന്ദ്രനെ വന്നുകൊണ്ട് ദേവേന്ദ്രൻ ഈ സ്വർഗം മോഹിച്ചിരിക്കുകയല്ലേ, എനിക്ക് സ്വർഗവും വേണ്ട നരകവും വേണ്ട, ഞാനിങ്ങനെ എല്ലാവരുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് എല്ലാവരുടെ ഉള്ളിൽ പരമാനന്ദ സ്വരൂപനായിട്ട് ഇരുന്നോളൂ. അത് നല്ല സുഖമായ ഇരിപ്പ്. അതെന്തിനാ ഞാൻ വെറുതെ കളയുന്നത്, ഇതിനെയൊക്കെ കൊന്നിട്ട് എനിക്ക് കഴിയില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് ഭഗവാൻ ദധീജി മഹർഷിയുടെ അടുത്തോട്ട് വിടുക. ആ വജ്രായുധത്തിന് മുനി ആ ശരീരം ദാനം ചെയ്യും. അതിലെ അസ്ഥി കൊണ്ട് വിശ്വകർമാവ് നിർമ്മിക്കുന്ന ആയുധം വജ്രമായി ഭവിക്കും. ആ തേജസ്സിൻ്റെ ആവേശം കൊണ്ട് തേജസ്വിയായ ഭവാൻ അങ്ങ് ഇന്ദ്രനാണ് അത് കിട്ടുന്നത്. ദേവന്മാരുടെ ദേവനാണല്ലോ ഇന്ദ്രൻ. വജ്രായുധത്താൽ വൃത്രൻ്റെ ശിരസിനെ എനിക്ക് മുറിക്കാം. തസ്മിൻ മിനിഹതേ യൂയം തേജോസ്ത്രായുധസമ്പദഃ ഭൂയ പ്രാപ്സ്യഥ ഭദ്രം വോ ന ഹിംസന്തി ച മത്പരാൻ. അതിനകത്ത് തിരുത്താനൊന്നുമില്ല. തസ്മിൻ വിനിഹതേ യൂയം തേജോസ്ത്രായുധസമ്പദഃ ഭൂയ പ്രാപ്സ്യഥ ഭദ്രം വോ ന ഹിംസന്തി ച മത്പരാൻ. ഇപ്രകാരം നിങ്ങളാൽ വൃത്രാസുരൻ ഇല്ലാതാക്കപ്പെട്ടാൽ അവനാൽ അപഹരിക്കപ്പെട്ട നിങ്ങളുടെ ആ തേജസ്, അസ്ത്രങ്ങൾ, ആയുധങ്ങൾ, സമ്പത്ത് എല്ലാം തിരിച്ച് നിങ്ങൾക്ക് തന്നെ ലഭിക്കും. നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ആശംസിച്ചു. എൻ്റെ ആശ്രിതന്മാരെ ഒരു മനുഷ്യർക്ക് ഒന്നിനും തടുക്കാൻ കഴിയുകയില്ല എന്ന് നിശ്ചയിച്ചു കൊള്ളുവിൻ. ആ വാക്കോട് കൂടിയാണ് എന്നെ ശരണം പ്രാപിച്ചവർക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാക്കാൻ ഞാൻ ഇട കൊടുക്കുകയില്ലെന്ന് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചാൽ മതി. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവസാനം നിങ്ങൾക്കൊരു സുഖം വെച്ചിട്ടുണ്ട്. സുഖിക്കുന്നവരോടും പറയുന്നുണ്ട്. സുഖം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സുഖം മുഴുവനായിട്ട് ഉള്ളവരില്ലല്ലേ.
എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ദുഃഖങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ദുഃഖങ്ങൾ ഉള്ളവരും ഓർത്തോളൂ, ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ടില്ല. ഞാൻ പലരും പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്കായിട്ട് ഈ ദുഃഖം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നാൾ അസൗകര്യമില്ലാതെ കുറച്ച് നാൾക്ക് സുഖമായിട്ട് ജീവിച്ചല്ലോ, അവിടെ ഓർക്കണം. അപ്പം നമ്മൾ ഭഗവാനെ ഇത്രയും പഴിച്ചില്ല, ഇത്രയും സ്തുതിച്ചില്ല, ഈ പഴിക്കുന്ന അത്രയും സ്തുതിച്ചിട്ടില്ല. സത്യമല്ലേ? ഞാൻ പറയാം, സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ വലുതായിട്ടൊന്നും ഓർക്കുന്നില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോവുകയോ നമസ്കരിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ വന്നാൽ തിരിച്ചും അതുപോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മിക്കവാറും ഒക്കെ. പക്ഷെ പോകുമ്പോൾ കർശനമായിട്ടും നമസ്കരിച്ചിട്ടേ പോകൂ, അല്ലേ? തിരിച്ച് വരുമ്പോൾ ഭഗവാന്റെ കാര്യമാണോ? അയ്യോ, അടുക്കളയിൽ പെട്ടെന്ന് ചെന്ന് ഒരു കാപ്പി ഉണ്ടാക്കി മറ്റവർക്കും കൊടുക്കണം. വന്നവരും കൂടത്തിൽ ചിലപ്പം നമ്മൾ പോയിടത്തുനിന്ന് 2 വിരുന്നുകാരും കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരിക്കും. അവർക്കൊക്കെ ഇച്ചിരി കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം നല്ല ഇതിലാണ് പോകുന്നത്, ഭഗവാനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്നൊക്കെ. ഈ നടന്നു കഴിഞ്ഞുള്ള തിരിച്ചൊരു വരവുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ ഈ ഭഗവാനൊന്നുമില്ല. ഇനി വന്നു കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്ത. വന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ചാണ് ചിന്ത. എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നത്, എൻ്റെ കാര്യം ഉൾപ്പെടെ. അപ്പം ഭഗവാനെ ഒരു നന്ദി അറിയിക്കുകയോ, ഒരു വിളക്ക് കൊളുത്തി നമസ്കരിച്ചിട്ട് പോയ ആൾക്കാർ തിരിച്ച് വരുമ്പോഴും ആ വിളക്ക് കൊളുത്തി നമസ്കരിക്കാറുണ്ടോ? സത്യമേ പറയാവുള്ളൂ കേട്ടോ, സത്യമായിട്ടും ഇല്ല. അതാണ് മിക്കവാറും. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. എൻ്റെ മുന്നിൽ വട്ടം പിടിച്ച മുഴുവൻ കുറേ ഭ്രാന്തരുണ്ട്. അപ്പം അവർ അത് ചെയ്യും. ആ കർമ്മം ചെയ്തതിന് ശേഷമേ അകത്തോട്ട് പോകൂ. വേറെ എന്ത് ചെയ്യാനായാലും അത് വരുന്നവർ ക്ഷമിച്ചിരിക്കട്ടെ എന്ന് ഓർക്കാറുണ്ട്. ഇന്നും നമസ്കരിക്കും അവിടെ. അങ്ങനെ ചെയ്യണം. ചെയ്യാതിരിക്കുന്ന അവസ്ഥയുണ്ട് കേട്ടോ. തീരെ അങ്ങനെ എല്ലാ പ്രാവശ്യം ഞാനങ്ങനെ ചെയ്യുമെന്നല്ല പറഞ്ഞത്. അപ്പോൾ പോകുമ്പോഴും എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യാറില്ല. ചിലപ്പോൾ ധൃതി പിടിച്ച് എല്ലാവരും പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ നേരത്തെ അത് അറിയാവുന്നതുകൊണ്ട് നാമമൊക്കെ ചോദിച്ച് നല്ല കാലേ കൂട്ടി അനുവാദമൊക്കെ വാങ്ങിച്ചു വെക്കും. ആരുടെ അനുവാദം കിട്ടിയാലും ഭഗവാന്റെ അനുവാദം കിട്ടാതെ ഒരിടത്തോടും പോകാറില്ല ഞാൻ, ഭഗവാന്റെ അനുവാദം ചോദിക്കാതെ. അപ്പോൾ അത് നേരത്തെ അനുവാദം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൂജാമുറി കയറി ഒന്ന് തൊഴാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ ഒന്ന് തൊട്ട് തൊഴാനോ ഒന്നും പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ടൊന്ന് നമസ്കരിച്ച് നമ്മൾ ഇറങ്ങും. അല്ലാതെ എവിടെ പോയാലും നമ്മൾ ഭഗവാനെ ഒന്ന് നമസ്കരിച്ചിട്ട് പോകും. തിരിച്ച് വരുമ്പോഴും അതും ചെയ്യണം കേട്ടോ. ഏറ്റവും അവസാനത്തെ ശ്ലോകമായതുകൊണ്ട് എനിക്കതൊന്ന് വിശദീകരിക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ദേവി ഇത് അങ്ങനെ ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യണം. ഉണ്ടാക്കി വെച്ചാൽ നല്ല അങ്ങനെ ഉണ്ടാക്കി വെക്കണം തീർച്ചയായിട്ടും. ഇനി ഇല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ ഭഗവാനെ വിചാരിക്കുന്നില്ലാതെയാണ് വരികയോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ദയവ് ചെയ്ത് ആ ഒരു ശീലം ഉണ്ടാക്കുക. ഭാഗവതം പഠിക്കുന്നെന്നുള്ള ആൾക്കാർ, പഠിക്കുന്നു എന്ന് പറയുന്നവർ അതൊരു ശീലമാക്കുക. നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യാത്തത്. നമ്മുടെ ഈ മതത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യാത്തവരുള്ളൂ. അങ്ങനെയല്ലാതെ ഒന്നിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക അവരൊക്കെ മറ്റുള്ള മതക്കാർ ചെയ്യുന്നത്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് കൂടെ ഉണ്ടല്ലോ, നമ്മൾ തന്നെ ഭഗവാനാണെന്ന് പറഞ്ഞില്ലേ നമ്മളിരിക്കുന്നത്. അത് പറയുമ്പോഴേ ഉള്ളൂ, അല്ലാത്തപ്പം അഹങ്കാര ഭാവത്തിലാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് വണങ്ങാം, ഒരാളിനെ ഒന്ന് ഏതെങ്കിലും ഒരു ദേവതയെ വണങ്ങിയിട്ട് പോവുക. വീട്ടിലെ മുൻവശത്തെ വെളിയിലോട്ട് ഫേസ് ചെയ്ത് ഏത് വീടിൻ്റെ ആണെങ്കിലും വെളിയിലൊരു ഗണപതി വിഗ്രഹം വെക്കുന്നത്, ഗണപതിയുടെ പടമോ ഫോട്ടോയോ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കിട്ടുമല്ലോ, ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഒട്ടിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. നമുക്കൊരു ആത്മവിശ്വാസത്തിന് നല്ലതാണ്. ഒരു വിഘ്നേശ്വരനെ എന്തിനു പോകുമ്പോഴും വിഘ്നേശ്വരനോട് പറഞ്ഞിട്ട് പോവുക, വീടിന് കാവലായി ഇരുത്തിയിട്ട് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന വിശ്വാസികളുണ്ട് ഒരുപാട് പേര്, എനിക്കറിയാം. അത് നമ്മളും ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയകളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തർ പറഞ്ഞറിഞ്ഞ് നമ്മുടെയൊക്കെ വീടുകളിൽ പലയിടത്തും വെളിയിൽ ഗണപതിയുടെ വിഗ്രഹം വെച്ച് ഒന്ന് തൊട്ട് തൊഴുത് പോകാനും വരുമ്പോൾ തൊട്ട് തൊഴുത് കയറാനും അത് നല്ലതാണ്. അങ്ങനെ ചെയ്യുന്നത് ഒരു കുഞ്ഞു പടം എന്തെങ്കിലും പിന്നെ ലോഹത്തിൻ്റെയൊക്കെ കിട്ടും, ചെറിയ ആണിയാൽ തൂക്കിയിടുകയോ അല്ലെ ഒട്ടിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതുണ്ട്. അങ്ങനത്തെ ചെയ്യണം, നല്ലതാണ്. നമുക്കത് നമ്മുടെ ഒരു വിശ്വാസം അല്ലേ, നമുക്കൊരു ആത്മവിശ്വാസം. ഭഗവാനോട് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്, ഗണപതിയോട് വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലൊന്ന് തൊട്ട് തൊഴുതിട്ട് പോകാം. തിരിച്ച് വരുമ്പോഴും അത് ചെയ്യണം. അല്ലേ പൂജ പിന്നെ നമ്മൾ വിളക്ക് വെക്കുന്നിടത്ത് ആ തിരി കെടുത്തി നമ്മൾ പോകുമ്പോൾ വിളക്ക് കത്തിച്ച് തൊഴുതിട്ടാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോഴും ആ വിളക്ക് കത്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കൊളുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. കൊളുത്തി നമസ്കരിക്കുക. ഭഗവാനെ പോയത് ഇത്രയെങ്കിലും ഭംഗിയായിട്ടൊക്കെ, ഇത്രയെങ്കിലും ആയത്, ഞങ്ങൾ തിരിച്ചിവിടെ വന്നത്, ഭഗവാനൊരു നന്ദി. തീർച്ചയായിട്ടും ചെയ്യണം. അത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ശീലമില്ലാത്തവർ കേട്ടോ, ശീലമില്ലാത്തവർ, ആ ഒരു ശീലം നമ്മൾ പാലിക്കുന്നില്ലാത്തവർ അത് ഇനി തൊട്ട് പാലിക്കുക. ആരെങ്കിലും ചോദിച്ചാൽ പറയാം, ഞാനിപ്പോൾ ഇന്ന് തൊട്ട് ഇങ്ങനെയാണ്. അത്രയെങ്കിലും പറയാൻ സ്ത്രീകളായ നമുക്കൊരു ധൈര്യം വേണം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ചോദിക്കും, എന്ത് അങ്ങനെ
അങ്ങനെ പലതും പലതും കണ്ടും കേട്ടും മനസ്സിലാക്കി അല്ലേ നമ്മളിങ്ങനെയൊക്കെ പഠിച്ചാണല്ലോ ഇങ്ങനെ വന്നത്. അപ്പം നമുക്ക് മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. ഇപ്പോൾ നമുക്ക് പ്രായമായി, പണ്ടത്തെ പോലെയല്ല. നമുക്കൊരു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇങ്ങനെയൊരു തോന്നലുണ്ടായി. ഞാൻ പറഞ്ഞെന്ന് പറയരുത്. പിന്നെ അത് വീട്ടിൽ പറയും, ആ ഗീത അവിടെ ഇരുന്ന് അതും ഇതും പറയും, അതൊക്കെ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുകയെന്ന് അങ്ങനെ പറയരുത്. നിങ്ങൾ സ്വയമായിട്ട് ഓർക്കുക. ശരിയല്ലേ? സന്തോഷമല്ലേ? അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കുക, സന്തോഷമായിരിക്കും. ഹരി ഓം.